ചെയ്തും സംസ്കരണവും. ഈ പ്രക്രിയയിലെ ഏറ്റവും നിർണായക ഘട്ടമാണിത്. അസംസ്കൃത വസ്തുവിനെ തിരഞ്ഞെടുത്ത് നഗരമാലിന്യത്തിലെ ജൈവമാലിന്യം, കടലാസ്, കാർഡ്ബോർഡ്, ചിലതരം പ്ലാസ്റ്റിക്കുകൾ, തടി അവശിഷ്ടങ്ങൾ എന്നിവയാണ് പ്രധാനമായും എഥനോൾ ഉൽപ്പാദനത്തിനായി ഉപയോഗിക്കുന്നത്. വേർതിരിക്കൽ. ലോഹങ്ങൾ, ഗ്ലാസ്, കല്ലുകൾ, മണ്ണുപോലെയുള്ള അലയ വസ്തുക്കൾ എന്നിവ മാലിന്യത്തിൽ നിന്ന് ആദ്യം വേർതിരിക്കുന്നു. ഇതിനായി ഓട്ടോമേറ്റ് സംവിധാനങ്ങളും ഹാൻഡ് സോർട്ടിങ്ങും ഉപയോഗിക്കാറുണ്ട്. വലിപ്പം കുറയ്ക്കൽ. വേർതിരിച്ചെടുത്ത അസംസ്കൃത വസ്തുക്കളെ യന്ത്രങ്ങൾ ഉപയോഗിച്ച് ചെറിയ കണ്ണികളാക്കി മാറ്റുന്നു. ഇതിന് പിന്നീടുള്ള രാസപ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു. ട്രീറ്റ്മെന്റ്. സെല്ലുലോസ് തന്മാത്രകളെ പൊതിഞ്ഞിരിക്കുന്ന ലിഗ്നിൻ എന്ന വസ്തുവിനെ നീക്കം ചെയ്യാനും സെല്ലുലോസിന്റെ ഘടന ആയുള്ളതാക്കാനും ഈ ഘട്ടം സഹായിക്കുന്നു. ഇതിലൂടെ ഹൈഡ്രോളിസിസ് എളുപ്പമാക്കാം. സാധാരണ രീതികൾ: നീരാവി പൊട്ടിത്തെറി, നേർപ്പിച്ച ആസിഡ് ചികിത്സ, അമോണിയോ ചികിത്സ എന്നിവ ഉപയോഗിക്കുന്നു. ട്രീറ്റ്മെന്റ് ചെയ്ത സെല്ലുലോസിനെ ലളിതമായ പഞ്ചസാര തന്മാത്രകളാക്കി മാറ്റുന്ന പ്രക്രിയയാണിത്. എൻസൈമാറ്റിക് ഹൈഡ്രോളിസിസ്. സെല്ലുലോസ് പോലുള്ള എൻസൈമുകൾ ഉപയോഗിച്ച് സെല്ലുലോസിനെ പഞ്ചസാരയാക്കി മാറ്റുന്ന രീതിയാണിത്. താപനില, pH മൂല്യം എന്നിവ കൃത്യമായി നിയന്ത്രിക്കുന്നു. വഴി കൂടുതൽ ശുദ്ധമായ പഞ്ചസാര ലായനി ലഭിക്കാൻ സഹായിക്കുന്നു. ആസിഡ് ഹൈഡ്രോളിസിസ്. നേർപ്പിച്ചതോ സാന്ദ്രീകരിച്ചതോ ആയ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ച് ഉയർന്ന താപനിലയിൽ മാലിന്യത്തെ ചികിത്സിക്കുന്നു. ഇത് വേഗത്തിൽ നടക്കുമെങ്കിലും ഉപകരണങ്ങളിൽ നാശനഷ്ടം ഉണ്ടാക്കാനും വിഷാംശമുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. ഇതിന് ഫെർമെന്റേഷനെ ബാധിച്ചേക്കാം. ഫെർമെന്റേഷനും ശുദ്ധീകരണവും. ഫെർമെന്റേഷൻ. ഹൈഡ്രോളിസിസ് വഴി ലഭിച്ച ഷുഗർ ലായനിയെ സക്കാരിമൈസസ് സെർവേരിയ പോലുള്ള പ്രത്യേക ഇനം ഈസ്റ്റ് ഉപയോഗിച്ച് പുളിപ്പിക്കുന്നു. ഈസ്റ്റ് പഞ്ചസാരയെ എത്തനോളിനെ കാർബൺ ഡൈ ഓക്സൈഡിനെ മാറ്റുന്നു. മാലിന്യത്തിൽ നിന്ന് ലഭിക്കുന്ന ഷുഗർ ലായനിയിൽ ഗ്ലൂക്കോസ്, സൈലോസ് എന്നീ 2 തരം പഞ്ചസാരകൾ ഉണ്ടാകാം. പരമ്പരാഗത ഈസ്റ്റ് ഗ്ലൂക്കോസ് മാത്രമേ ഉപയോഗിക്കൂ. അതിനാൽ കൂടുതൽ വിളവ് ലഭിക്കാൻ സൈലോസിനെ ഫെർമെന്റ് ചെയ്യാനുള്ള കഴിവ് പ്രത്യേകതരം ഈസ്റ്റ് ഉപയോഗിക്കേണ്ടി വരും. ശുദ്ധീകരണം. ഫെർമെന്റേഷനെ ലഭിക്കുന്ന ബിയർ എന്നറിയപ്പെടുന്ന എഥനോൾ അടങ്ങിയ ലായനിയെ ഡിസ്റ്റിലേഷൻ വഴി വേർതിരിക്കുന്നു. ഇങ്ങനെ ലഭിക്കുന്ന എഥനോളിൽ വെള്ളത്തിന്റെ അംശമുണ്ടാകാം. ഇതിനെ ഡീഹൈഡ്രേഷൻ പോലുള്ള പ്രക്രിയയിലൂടെ ഈർപ്പം പൂർണ്ണമായി നീക്കം ചെയ്ത് അൺഹൈഡ്രേഷൻ എഥനോൾ ആക്കി മാറ്റുന്നു. ഇതാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത. നഗരമാലിന്യം സ്ഥിരമായി ധാരാളം ലഭ്യമായതിനാൽ അസംസ്കൃത വസ്തുവിന്റെ ലഭ്യത ഉറപ്പാണ്. വിപണി. ഇന്ത്യയിൽ ഇന്ധനത്തിൽ എഥനോൾ ചേർക്കാനുള്ള പദ്ധതി നിലവിലുള്ളതിനാണ് എഥനോളിന് വലിയ വിപണിയുണ്ട്. നന്ദി, നമസ്കാരം.